സംസ്ഥാനത്ത് KSEB 5000 കോടി രൂപയുടെ നഷ്ടത്തിൽ തുടരുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇനി വൈദ്യുതി ബിൽ വർദ്ധിപ്പിച്ച് ആ തുക ഈടാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കടക്കുന്നത്. പ്രധാനമായും കഴിഞ്ഞ 4-5 വർഷമായുള്ള ഒരു തുകയിൽ 6645 കോടി രൂപയാണ് KSEBക്ക് നഷ്ടം വന്നിരിക്കുന്നത്. അത് സർചാർജിലൂടെ ഈടാക്കി ഏകദേശം 5000 കോടിയാണ് ഇനി ബാക്കിയുള്ളത്. ആ തുക ഈടാക്കാൻ ഇനി വരുന്ന 4 വർഷം കൂടി സർചാർജ് ഈടാക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ യൂണിറ്റിന് നൽകുന്ന പണം അത് കൂടുതലായി ഇനി നൽകേണ്ടി വരും. സർചാർജ് ഈടാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിൽ വൈദ്യുതി ബിൽ ഇരട്ടിയായി ഉയരാനുള്ള സാധ്യതയുമുണ്ട്. അതായത് നിലവിൽ ഇപ്പോൾ മാർച്ച് 31 വരെയാണ് ഇപ്പോഴുള്ള വൈദ്യുതി ബിൽ നൽകാനാകുന്നത്, യൂണിറ്റിൻ്റെ നിരക്ക് നൽകാനാകുന്നത്. എന്നാൽ ഇനി ഏപ്രിൽ മുതൽ തന്നെ അതിന് മാറ്റമുണ്ടാകും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതിനായി തന്നെ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് KSEB ശുപാർശ ആവശ്യപ്പെടണം. ആ ഒരു ഉറപ്പ് അവിടെ നിന്നും ഒരു അംഗീകാരം ലഭിച്ചാൽ മാത്രമാണ് ഇനി ബിൽ തുക ഉയർത്താനാകൂ. അത് നവംബറിലാണ് അപേക്ഷ നൽകുന്നത്. ഏതായാലും മാർച്ച് 31 കഴിയുന്നതോടെ തന്നെ വൈദ്യുതി ബില്ലിന് മാറ്റമുണ്ടാകും. അതോടൊപ്പം തന്നെ ഇനി പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതിയുടെ അളവിലും പണത്തിലും കൂടുതൽ ഈടാക്കുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ അതും ഈ വൈദ്യുതി ബില്ലിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ അടുത്ത ഏപ്രിൽ മുതൽ മാറുന്ന വൈദ്യുതി ബില്ലായിരിക്കും. അത് കൂടി തന്നെ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇനി വരും വർഷങ്ങളിൽ കൂടി അത് വലിയ രീതിയിൽ ഉയരാനുള്ള സാധ്യതകൾ കൂടി ഇവിടെ കാണുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.